أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ശംസിലെ 8, 9, 10 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖവാഹാ. ഫഅൽഹമഹ എന്നിട്ട് അതിനെ തോന്നിപ്പിക്കുകയും ചെയ്തു. ഫുജൂറഹ അതിൻ്റെ അധർമ്മവും, വത്തഖവാഹ അതിൻ്റെ ഭയഭക്തിയും. ഫഅൽഹമഹ ഫുജൂറഹ വത്തഖവാഹ എന്നിട്ട് അതിൻ്റെ അധർമ്മത്തെയും ഭയഭക്തിയെയും കുറിച്ച് തോന്നിപ്പിക്കുകയും ചെയ്തു. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ യാതൊരുത്തൻ, സക്കാഹ അതിനെ ശുദ്ധീകരിച്ചവൻ. ഖദ് അഫ്ലഹ മൻ സക്കാഹ അതിനെ ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. വഖദ് ഖാബ വഖദ് തീർച്ചയായും, ഖാബ പരാജയപ്പെട്ടിരിക്കുന്നു. മൻ യാതൊരുത്തൻ, ദസ്സാഹ അതിനെ മറച്ചു വെച്ചവൻ. വഖദ് ഖാബ മൻ ദസ്സാഹ അതിനെ മറച്ചു വെച്ചവൻ പരാജയപ്പെട്ടിരിക്കുന്നു. മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ആകാശത്തെ സൃഷ്ടിച്ചവനും ഭൂമിയെ പരത്തിയവനും ഓരോ ആത്മാവിനെയും രൂപപ്പെടുത്തിയവനുമായ അല്ലാഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആത്മാവിനെ രൂപപ്പെടുത്തുക മാത്രമല്ല, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖവാഹാ ആ ആത്മാവിന് 2 വഴികൾ തീർച്ചയായും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. ഒന്ന് അധർമ്മമാണ്, ഈ വഴിയെ പോയാൽ പരാജയമാണ് എന്നും, ഇങ്ങനൊരു വഴി ഉണ്ട് എന്നും, ഇത് പക്ഷേ നിൻ്റെ സ്വർഗലബ്ധിക്ക് വിഘ്നം വരുത്തുമെന്നും അവനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വതഖവാഹ അതേപോലെ തന്നെ ദൈവഭക്തിയെക്കുറിച്ച്, ഭയഭക്തിയെക്കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി അല്ലാഹു പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖവാഹ 2 മാർഗങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ 2 ഉയർന്ന വഴികൾ മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ 2ഉം അല്ലാഹു വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നെനിക്ക് മനസ്സിലായില്ല, അതെനിക്ക് തിരിഞ്ഞില്ല എന്നൊന്നും പറയാൻ ന്യായമേ ഇല്ല. ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് ന്യായം, ഏതാണ് അന്യായം, ഏതാണ് സൽവഴി, ഏതാണ് പിഴച്ച വഴി എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖവാഹ എന്നിട്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ ആത്മാവിനെ ആര് ശുദ്ധീകരിച്ചോ ആ ആളുകൾ വിജയിക്കും. വഖദ് ഖാബ മൻ ദസ്സാഹ അതിനെ ആര് മൂടി വെച്ചോ അവർ പരാജയപ്പെടുകയും ചെയ്യും. അറബികൾക്ക് സാധാരണയായി ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉദാരമതികളായ അറബികളുണ്ടായിരുന്നു. അവർ വഴിതെറ്റി വരുന്ന, അല്ലെങ്കിൽ വിശന്ന് വരുന്ന, പട്ടിണി കിടക്കുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്കിവിടെ ഒരു വീടുണ്ട്, ഇവിടെ വന്നാൽ അഭയം കിട്ടും, ഇവിടെ വന്നാൽ സഹായം കിട്ടും, പശി മാറ്റി കിട്ടും എന്ന് അറിയിക്കാൻ വേണ്ടി
അവർ വലിയ തീക്കുണ്ടങ്ങളുണ്ടായിട്ട് തീയിട്ടിട്ട് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കാറുണ്ടായിരുന്നു. അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അത്. ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്ത് വല്ലാതെ ക്ഷീണിച്ച ആളുകൾ ഈ വഴി ഇത് കാണുമ്പോൾ ഓടിയെത്തുകയും അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ ഖദ് അഫ്ലഹമൻ സക്കാഹ, ആത്മാവിനെ ശുദ്ധീകരിച്ച ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിലാണത്. നന്മ വറ്റാത്ത ഉറവുകളുള്ള ആളുകൾ തീർച്ചയായും ഇതുപോലുള്ള സഹാനുഭൂതിയും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ അവസരം പാർത്തിരിക്കും. എവിടെയെങ്കിലും സഹായിക്കാൻ കിട്ടുമോ എന്ന് നോക്കും. അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യമാകട്ടെ അല്ലെങ്കിൽ സമ്പത്താകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാൻ വെമ്പൽ കൊണ്ടുകൊടുക്കുന്നൊരു മനസ്സിൻ്റെ ഉടമകളായിരിക്കും അവർ. അതേസമയം വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മൂടിവെച്ച ആളുകൾ അഥവാ ആ ധർമ്മത്തിൻ്റെ വഴി അടച്ചു വെച്ച ആളുകൾ അവർ പരാജയപ്പെടുകയും ചെയ്യും. അറബികളിൽ തന്നെ ദുഷ്ടന്മാരായ ലുബ്ധന്മാരായ ആൾക്കാരുണ്ടായിരുന്നു. അവർ തങ്ങളുടെ വീട് കാണാതിരിക്കാൻ വേണ്ടി അതിന് മുമ്പിൽ മറ കെട്ടി വെക്കാറുണ്ടായിരുന്നു. അവിടേക്കാരും വരണ്ട, ഇങ്ങനൊരു വീട് ഇവിടെ ഇല്ല, ഇവിടെ ജനവാസമല്ല, ആൾതാമസമല്ല എന്ന രൂപത്തിൽ വിചാരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം അടച്ചു കെട്ടും. ഇന്നും ആ തരത്തിലുള്ള പിശുക്കരായ ആളുകളെ അള്ളാഹു നൽകിയിട്ടുള്ള ധനവും അതുപോലെ തന്നെ സമയവും ഒക്കെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാവാതെ മൂടിവെക്കുന്ന ആളുകളുണ്ട്. ആ മൂടിവെക്കുന്ന ആളുകൾ തീർച്ചയായും പരാജയത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആളുകളെ സേവിച്ചുകൊണ്ടും ധർമ്മം ചെയ്തുകൊണ്ടും അന്യർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക, പിശുക്കിൻ്റെ വഴി ഒഴിവാക്കുക, ഹൃദയത്തെ നന്മയുടെ ഭാഗത്ത് നിന്ന് മറച്ചു വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.